രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കുന്ന രാധാറാണിയുടെ കഠിന ഭക്തരെ, പുണ്യാത്മാക്കളെ, നിങ്ങൾക്ക് സ്വാഗതം. രാധയുടെ പ്രണയം 65ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് പ്ലേലിസ്റ്റ് എടുത്താൽ മതി. രാധയുടെ പ്രണയം നിങ്ങൾക്ക് ഒന്നേന്ന് കിട്ടിത്തുടങ്ങും. അതുകൂടാതെ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ജ്യോതിഷമുണ്ട്. നിങ്ങൾ ഏത് മാസത്തിൽ ജനിച്ചു, ഇംഗ്ലീഷ് മാസം, അതിൻ്റെ ഫലവും നക്ഷത്ര ഫലവും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ രാധാറാണി അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഇതാ രാധയുടെ പ്രണയം ആദ്യമായി 65ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതൊരു വെബ് സീരീസ് ആയിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ, ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. യഥാർത്ഥ സംഭവത്തിൻ്റെ ആവിഷ്കാരമാണത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കുന്നു എങ്കിലും, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വെറുക്കുന്നു എങ്കിലും നിശ്ചയമായിട്ടും ആ വീഡിയോ കണ്ടിരിക്കണം. അതുപോലെ തന്നെയാണ് പെൺമക്കളുള്ള അമ്മമാര്, പ്രത്യേകിച്ചും ഭർത്താവുമായി കലഹിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ളവർ, നിശ്ചയമായിട്ടും ആ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം. അതിന് കമൻ്റ് ഇട്ടവർക്കെല്ലാം ഞാൻ മറുപടി ഇടുന്നുണ്ട്, ഓരോരുത്തർക്കായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം 65ാമത്തെ എപ്പിസോഡ്. നമുക്ക് നമ്മുടെ രാധാറാണി അമ്മയെ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിച്ചോളൂ. ഓം രാധായേ സ്വാഹ. ഓം വൃന്ദാവനേശ്വരി രാസേശ്വരി രാധികായേ സ്വാഹ.
രാധേ രാധേ ഓ രാധേ 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 ബർസാനെ വാലി രാധാ റാണി की जय ബർസാനെ വാലി രാധാ റാണി की जय എൻ്റെ മാതാവ് രാധാ റാണി की जय എൻ്റെ ദൈവൻ രാധാ റാണി की जय എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന എൻ്റെ പൊന്നു രാധാ റാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 65ാമത്തെ എപ്പിസോഡ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണി അമ്മ എനിക്ക് കൊണ്ടു തന്നതാണ്. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ദാണ്ടെ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലോസ് ആയിട്ട് ഞാൻ കാണിക്കാം. ഇതിനകത്ത് രാധേ രാധേ എന്ന് മാത്രം എഴുതിയിരിക്കുകയാണ്. രാധേ രാധേ, വേറൊന്നുമില്ല ഈ ഡ്രസ്സിനകത്ത്. കണ്ടോ, മൊത്തം രാധേ രാധേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? രാധേ രാധേ അങ്ങനെയാണ് ഇതിനകത്ത് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടോ, രാധേ രാധേ കാണുന്നുണ്ടോ നിങ്ങൾ? രാധേ രാധേ. ഇത് എനിക്ക് ഒരു വ്യക്തി സമ്മാനമായി തന്നതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു പേര് പറയണ്ട എന്നോട് പറഞ്ഞു. സാറേ പേര് പറയണ്ട, ആ വ്യക്തി എങ്കിലും ഞാൻ പേരങ്ങ് പറയാം. കാരണം ഒരു പേരിൽ എത്ര പേരിരിപ്പുണ്ട്, ഇന്നടുത്ത ഇന്നാളെന്ന് പറയാതിരുന്നാൽ മതിയല്ലോ. എനിക്കിത് തന്ന ആളിൻ്റെ പേരൊരു വീണ എന്നാണ്. അപ്പം വീണ എന്നോട് പറഞ്ഞു ഒന്നും പറയണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ സാറ് വീഡിയോയിലും ഒന്നും പറയണ്ട, പക്ഷേ എത്രയോ വീണയുണ്ട്, ഏത് വീണയാണെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പം വീണ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വന്നതാണ്. ഒരു ജുബ്ബയാണ്. പക്ഷേ എനിക്ക് 1 കോടി രൂപ കിട്ടിയാലും ഇത്രയും സന്തോഷം തോന്നത്തില്ല. കാരണം ഇതിനകത്ത് നിറയെ രാധേ രാധേ എന്നല്ലാതെ ഇതിനകത്ത് വേറെ യാതൊന്നും ഇതിനകത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലേ? കണ്ടോ, രാധേ രാധേ കണ്ട, രാധ എന്ന് എഴുതിയിരിക്കുന്നുണ്ട, രാധേ രാധേ. ഇത് മൊത്തം ഏത് തന്നെയാണ്, രാധേ രാധേ എന്നാണ്. വീണ വരുമ്പോൾ ഇവിടെ കൊല്ലം ബാറിലെയും കൊട്ടാരക്കര ബാറിലെയും ഒക്കെ ചെയ്യുന്ന അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് വാസന്തി, മിനി എന്ന് കൂടെ ഒരു പേരുണ്ട്. അപ്പോൾ അന്നേരം ഇവിടെ വാസന്തി ഇരിപ്പുണ്ട്. അപ്പോഴാണ് വീണ വന്നത്, എനിക്കിത് സമ്മാനിച്ചത്. അപ്പോൾ വീണ പറഞ്ഞു സാറ് വീഡിയോയിലൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോ ഞാൻ ഇതിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു സാർ എൻ്റെ പേര് പറയണ്ട, നമ്മൾ 3 മാത്രം അറിഞ്ഞാൽ മതി. അതായത് അഡ്വക്കേറ്റ് വാസന്തി അല്ലെങ്കിൽ അഥവാ അഡ്വക്കേറ്റ് മിനി, ആ മിനിയും പിന്നെ വീണയും പിന്നെ ഞാനും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ശരി. പിന്നാണ് ഞാൻ ആലോചിച്ചത് വീണയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇഷ്ടം പോലെ വീണയുണ്ട്. എൻ്റെ അതിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന തന്നെ 20ഓ 22ഓ വീണമാരുണ്ട്. അപ്പോൾ ഒരു വീണ തന്നതാണ്, വീണയ്ക്ക് നന്ദി. ശരിക്കും പറഞ്ഞാൽ വീണയുടെ കയ്യിൽ ഇത് രാധാറാണി കൊടുത്തയച്ചതാണ്. രാധാറാണി പറയുന്നു മോനെ, നിൻ്റെ ആ രാധയുടെ പ്രണയം അവതരണത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണ്. ഇന്ന് എൻ്റെ നാമം എഴുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞ് എൻ്റെ പൊന്ന് രാധാറാണി അമ്മ എനിക്ക് സമ്മാനിച്ചതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് നമുക്ക് കടക്കാം. വീണയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ രാധയുടെ പ്രണയം 65ാമത്തെ എപ്പിസോഡ്. കൃഷ്ണൻ കരവീരപുരത്തേക്ക് കടന്നു പോയിക്കളഞ്ഞു. എങ്ങോട്ടോ പോയിക്കളഞ്ഞു എന്നാണ് നമുക്കറിയാം, കരവീരപുരത്തേക്ക്. അപ്പോൾ കൃഷ്ണൻ ജരാസന്ധനെ പേടിച്ചൊളിച്ചോടി എന്നാണ് ജരാസന്ധൻ കരുതിയിരിക്കുന്നത്. അപ്പോഴാണ് ജരാസന്ധൻ ഉപദേശം കിട്ടി, രാധയെ വധിച്ചു കഴിഞ്ഞാൽ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും കൃഷ്ണൻ വന്നിരിക്കും, കൃഷ്ണന് വരാതിരിക്കാൻ കഴിയില്ല എന്ന സംഗതി അന്നേരമാണ് എന്ത് ചെയ്യുന്നത്, ജരാസന്ധന്റെ ചെവിയിൽ ഒരാൾ ഓതിക്കൊടുക്കുന്നത്. അതോടുകൂടി ജരാസന്ധൻ ബർസാനയിലേക്ക് ആളിനെ വിട്ടുകഴിഞ്ഞു രാധാറാണിയെ വധിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരും ഏറ്റവും പ്രഗത്ഭരുമായ സൈന്യാധിപന്മാരിൽപ്പെട്ട ഏതാണ്ട് 7 പേരെയാണ് ജരാസന്ധൻ രാധാറാണിയെ വധിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത്. അവരാദ്യം ബർസാനയിൽ ചെന്നു. ചാരന്മാർ കൊടുത്ത വിവരമനുസരിച്ച് രാധാറാണി
രാവിലെ കുളിക്കാനായി യമുനയിലേക്ക് പോകും. ഇപ്പം മിക്കവാറും രാധാറാണിയുടെ വരവ് ഒറ്റയ്ക്കാണ്, പഴയതുപോലെ അല്ല. ഈ വിവരങ്ങൾ മുഴുവനും ചാരന്മാര് ജരാസന്ധനെ അറിയിച്ചു. അങ്ങനെ ജരാസന്ധൻ തൻ്റെ പ്രഗത്ഭരായിട്ടുള്ള പടയാളികൾക്ക് ഇത് കൈമാറി. അങ്ങനെ 7 പ്രഗത്ഭരായ യോദ്ധാക്കള് രാധാറാണിയെ വധിക്കാനായി ബർസാനയിലേക്ക് പുറപ്പെട്ടു. ഇതൊന്നും അറിയാതെ രാധാറാണി സുഖമായിട്ട് വീട്ടിലുറങ്ങുകയാണ്. അവര് നിശ്ചയിച്ചുറപ്പിച്ചു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ 3 പേര് ആ വനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഞങ്ങൾ ഒരല്പം മാറി 2 പേര് നിൽക്കും. ബാക്കി 2 പേര് ആ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ വശത്തായിട്ട് നിൽക്കുക. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആക്രമിക്കുമ്പോൾ രാധാറാണി തിരിഞ്ഞോടുകയാണെങ്കിൽ അവിടെ നിൽക്കുന്നവർ രാധയെ വധിക്കണം. അതല്ല, രാധാറാണി മുമ്പോട്ടാണ് ഓടുന്നതെങ്കിൽ അവിടെ നിൽക്കുന്നവർ രാധയെ വധിക്കണം. ഏതായാലും രാധാറാണി കൈവിട്ടു പോകാൻ പാടില്ല. ജരാസന്ധൻ്റെ ഓർഡറാണിത്. അപ്പോൾ എല്ലാവരും നല്ല വെൽ പ്ലാൻഡായി കഴിഞ്ഞു. ഇനി നേരം വെളുത്താൽ മതി, രാധയെ വധിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ദിവസം പ്രഭാതം പൊട്ടിവിടർന്നു. രാധാറാണി തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് രാധാറാണി മുഖവുമൊക്കെ കഴുകിയതിന് ശേഷം തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണി കുളിക്കാനായിട്ട് രാധാറാണി ആ യമുനയിലേക്ക് പോവുകയാണ്. യമുനയിലേക്ക് രാധാറാണി പോവുകയാണ്, നടന്നു വരികയാണ്. അങ്ങനെ ആ വനത്തിലേക്ക്, ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് രാധാറാണി പ്രവേശിക്കാനായിട്ട് പോയി. ആ സമയത്ത് അവിടെ പതുങ്ങി നിന്നിരുന്ന ജരാസന്ധന്റെ ആൾക്കാര് വാളുമായി ചാടി വീണ് രാധാറാണിയുടെ നേർക്ക് വാള് ആഞ്ഞു വീശാൻ പോയി. ആ സമയത്ത് അവർ അത്ഭുതപ്പെട്ടു പോയി. ഇവര് ചാടി വീണിട്ടും ഒരു കുലുക്കവും ഇല്ലാതാണ് രാധാറാണി നിൽക്കുന്നത്. മുമ്പോട്ടും ഓടുന്നില്ല, പുറമോട്ടും ഓടുന്നില്ല. രാധാറാണി നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം വാള് വീശിയ അവര് കണ്ടത് ഒരഗ്നിഗോളമാണ് കണ്ടത്. ആ അഗ്നിഗോളം വന്ന് അവരുടെ നെഞ്ചിലേക്ക് വന്ന് ആഞ്ഞു പതിക്കുകയാണ്. ആ അഗ്നിഗോളം വന്ന് ആഞ്ഞു പതിച്ചതും ആ അടുത്ത 3 പേരും കത്തിച്ചാമ്പലായി പോവുകയാണ്. അപ്പുറം നിൽക്കുന്ന 2 പേരും ഇപ്പുറം നിൽക്കുന്ന 2 പേരും 4 പേര് അവര് ഭയന്നു പോയി. അവര് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. സ്വർണപ്രഭയിൽ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നു രാധാറാണി. അസാമാന്യമായ ശോഭ. അത് കണ്ട 2 പേരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവർക്ക് എന്താണെന്നറിയാൻ വയ്യ, കാഴ്ച പോയി. മറ്റേ 2 പേരാകട്ടെ പ്രാണനും കൊണ്ട് നോക്കാതെ ഓടിക്കളഞ്ഞു. അവര് നോക്കിയപ്പോൾ കണ്ടതാണ് സ്വർണപ്രഭയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 4 ചുറ്റും അഗ്നി വലയം ചെയ്തിരിക്കുകയാണ്. എന്നു മാത്രവുമല്ല, ആ ഓടിയ 2 പേരൊന്ന് കേൾക്കുന്നുണ്ട് ഒരു ചൊല്ലക്കം, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ആ വനം മുഴുവൻ അത് മുഴങ്ങുകയാണ്. ആ വനം മൊത്തം ഇവര് വിചാരിക്കുകയാണ്, ഇത് ആരാണ് കണ്ടത്, ആരാണ് ഈ പാടുന്നത്, ഒന്നും വ്യക്തമാകുന്നില്ല. പക്ഷെ അവർ ഓടിപ്പോകുമ്പോഴൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ ഭയന്നുപോയി. അവര് ജരാസന്ധന്റെ അടുക്കലേക്ക് പാഞ്ഞു പോവുകയാണ്. ജരാസന്ധൻ നോക്കിയപ്പോൾ കാണാം, താൻ അയച്ച വീരശൂര പരാക്രമികളായിട്ടുള്ളതിൽ 2 പേര് ഓടി വരികയാണ്. അവർ ഓടി വന്നു പറഞ്ഞു, മഹാരാജാവേ പൊറുക്കണം.
ജരാസന്ധൻ ചോദിച്ചു, എന്താണ് കാര്യം? കാരണം തൻ്റെ ഏറ്റവും വിശ്വസ്തരെയാണ് ജരാസന്ധൻ അയച്ചത്. അപ്പോൾ ആ പടയാളികൾ പറഞ്ഞു, രാധ സാധാരണക്കാരിയല്ല, അവർ അസാമാന്യമായ ദിവ്യത്വമുള്ളവരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, വിഡ്ഢിത്തം പറയുന്നത് നിർത്തൂ, എന്താ സംഭവിച്ചതെന്ന് പറയൂ. അതെ, ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ 3 യോദ്ധാക്കള് ആ രാധാറാണി നടന്നു വന്നപ്പോൾ, അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു അഗ്നിഗോളം ഇങ്ങനെ വരുന്നു. ആ അഗ്നിഗോളം വന്നിട്ട് അവരുടെ നെഞ്ചത്ത് വന്നാഞ്ഞു പതിക്കുകയാണ്. അതോടെ തിരുമനസ്സേ അവർ കത്തിക്കരിഞ്ഞു പോയി. ജരാസന്ധൻ അന്തം വിട്ട് കണ്ണും തള്ളിയിരിക്കുകയാണ്. ജരാസന്ധൻ പറയാണ്, നിനക്കൊക്കെ ബുദ്ധിഭ്രമം പിടിപെട്ടോ? ഇല്ല മഹാരാജാവേ, ഇല്ല. നമ്മുടെ മറ്റ് 2 വീരശൂര പരാക്രമികൾ അവർ നോക്കിയപ്പോൾ കണ്ട കാഴ്ച സ്വർണപ്രഭയിൽ കുളിച്ചു നിൽക്കുകയാണ്. അതോടെ അവരുടെ കാഴ്ചശക്തി പോയി. അവരാണ് വിളിച്ചു കൂവിയത്, നോക്കരുതേ, ഞങ്ങളുടെ കാഴ്ച പോയേ, സ്വർണപ്രഭ എന്ന് പറഞ്ഞു. ജരാസന്ധന് മിണ്ടാൻ പറ്റുന്നില്ല. തിരുമനസ്സേ, ആ സമയത്ത് ആരൊക്കെയോ അവിടെ ഇരുന്ന് പാടുന്നു, രാധേ രാധേ, ഓ രാധേ രാധേ. ഇപ്പൊ ജരാസന്ധൻ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? അതേ തിരുമനസ്സേ, ഞങ്ങൾ കേട്ടതാണ്. ആ വൃന്ദാവനം വിടുന്നത് വരെ ഞങ്ങൾ കേട്ടതാണ് ആ ഗാനം. ജരാസന്ധൻ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 3 പേര് ചാമ്പലായിരിക്കുന്നു, 2 പേരുടെ കാഴ്ച പോയിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ പറയുന്നു രാധേ രാധേ എന്നുള്ള പാട്ട് കേൾക്കുന്നെന്ന്. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പറഞ്ഞു തീരുന്നതിന് മുമ്പായിട്ട് അവിടെ മുഴുവനും മുഴങ്ങാൻ തുടങ്ങി, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ജരാസന്ധൻ അമ്പരന്ന് പോയി. എവിടുന്നാണ് ഈ ഗാനം വരുന്നത്? അദ്ദേഹം പരിഭ്രാന്തനായി. അദ്ദേഹം പറഞ്ഞു, ആരെവിടെ? അക്രൂരനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരൂ. അക്രൂരന് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും. അല്പസമയം കഴിഞ്ഞപ്പോൾ അക്രൂരൻ ജരാസന്ധന്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ചോദിച്ചു, അക്രൂരരെ, ആരാണ് രാധ? ഈ രാധ ആരാണ്? അപ്പോൾ അക്രൂരൻ പറഞ്ഞു, കൃഷ്ണന്റെ പ്രിയപ്പെട്ടവളാണ് രാധ, കൃഷ്ണന്റെ എല്ലാമാണ് രാധ. അതിനപ്പുറം ഇതാരാണ് അക്രൂരരെ? നമ്മുടെ 3 ഭടന്മാര് അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അഗ്നിഗോളം വന്ന് നെഞ്ചത്ത് പതിച്ചവര് കരിഞ്ഞുപോയി. 2 പേരുടെ കാഴ്ച പോയി. അക്രൂരര് തൻ്റെ നരച്ച താടി ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, മഹാരാജാവേ, വിഡ്ഢിത്തമാണല്ലോ കാണിച്ചത്. ജരാസന്ധൻ അമ്പരന്നു. ജരാസന്ധന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജരാസന്ധനും പതറി നിൽക്കുകയാണ്. അക്രൂരൻ പറഞ്ഞു, അത് ശരിക്കും അങ്ങ് കാണുന്ന ഒരു മനുഷ്യ സ്ത്രീയല്ല, അത് ഗോലോകത്തെ രാധാറാണിയാണ്. സാക്ഷാൽ നാരായണൻ പോലും വണങ്ങുന്ന രാധാറാണി, സാക്ഷാൽ ശിവഭഗവാൻ പോലും സംഹാരം നടത്തുന്നത് രാധാ കവചം ധരിച്ചിട്ടാണ്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് രാധാ കവചം ധരിച്ചിട്ടാണ്. എന്നും ബ്രഹ്മാവും അതേ കണക്ക് മഹാവിഷ്ണു ഈ ഭൂമിയെ പരിപാലിക്കുന്നത് രാധാ കവചം ധരിച്ചിട്ടാണ്. എന്നു മാത്രവുമല്ല, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്നും രാധാ സഹസ്രനാമം ചൊല്ലാറുണ്ട്. അതാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. ജരാസന്ധ രാജാവേ, ചക്രവർത്തി ഒരു കാര്യവും കൂടെ മനസ്സിലാക്കുക. സാക്ഷാൽ ലക്ഷ്മി ദേവിയും ഗായത്രി ദേവിയും സരസ്വതീ ദേവിയും പാർവതിയും ദുർഗയും ഇവിടെയുള്ള എല്ലാ ദേവിമാരും രാധാറാണിയുടെ അംശമാണെന്ന് മനസ്സിലാക്കുക.
അതെല്ലാം രാധാറാണിയുടെ അംശാവതാരമാണ്. ഈ പ്രപഞ്ചം തന്നെ രാധാറാണിയാണ്. രാധയെ ആദി പരാശക്തി എന്നറിയപ്പെടുന്നു. ആ ആദി പരാശക്തിയെ വധിക്കാൻ ആളിനെ വിട്ട അങ്ങ് മൂഢത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വൻ പരാജയം അങ്ങയെ തുറിച്ചു നോക്കുന്നുണ്ട് മഹാരാജാവേ. മഹാരാജാവേ, ഒരു കാര്യവും കൂടെ മനസ്സിലാക്കുക. കൃഷ്ണന്റെ പ്രാണൻ രാധയുടെ കയ്യിലാണ്. രാധയിൽ ഒളിക്കുമ്പോൾ ഒരിക്കലും കൃഷ്ണനെ വധിക്കാൻ സാധ്യമല്ല. കാരണം കൃഷ്ണന്റെ പ്രാണൻ ഇരിക്കുന്നത് കൃഷ്ണനിലല്ല മഹാരാജാവേ, രാധയിലാണ്. അതുകൊണ്ട് തന്നെ മഹാരാജാവേ, കൃഷ്ണനെ സ്നേഹിക്കുന്നവരൊക്കെ രാധയാണ് ഭജിക്കുന്നത്. കാരണം കൃഷ്ണൻ വെറും ശരീരമാണ്. ആ ആത്മാവ് മുഴുവനും, ആ പ്രാണൻ മുഴുവനും രാധയുടെ കയ്യിലാണിരിക്കുന്നത്. ബർസാനയിലെ രാജകുമാരി രാധ. ആ രാധയെ സ്വന്തമാക്കാൻ കംസൻ ശ്രമിച്ചതാണ്. എന്നിട്ടും നടന്നില്ല മഹാരാജാവേ. ആ രാധ വെച്ചു കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നവനെ വധിക്കാൻ ആർക്കും സാധ്യമല്ല. സാക്ഷാൽ ശ്രീകൃഷ്ണൻ അത് നിരവധി കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, അവിശ്വസനീയം മഹാരാജാവേ, അങ്ങയുടെ വിശ്വസ്തരായ ഭടന്മാരെയല്ലേ വിട്ടത്? മറ്റാരെയുമല്ലല്ലോ. അവരല്ലേ അങ്ങയോട് വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അഗ്നിക്കിരയായി പോയി എന്ന്. അതും പോകട്ടെ മഹാരാജാവേ, ഇവിടിരുന്ന് മഹാരാജാവ് തന്നെ എന്താണ് കേട്ടത്? രാധേ രാധേ എന്നുള്ള ഗാനം മഹാരാജാവ് തന്നെ കേട്ടില്ലേ മഹാരാജാവേ? സ്വന്തം കാതുകൾ കൊണ്ട് കേട്ടില്ലേ? അതെന്താണ് മഹാരാജാവേ? ബുദ്ധിഭ്രമമാണോ? ജരാസന്ധന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അപ്പോൾ അക്രൂരൻ പറഞ്ഞു, മഹാരാജാവേ, ആദി പരാശക്തിയുടെ നേർക്കാണ് അങ്ങ് അയച്ചിരിക്കുന്നത്. അങ്ങ് മനസ്സുകൊണ്ടെങ്കിലും രാധാറാണിയോട് മാപ്പ് പറയുക. അത് പറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ഫലം അതീവ ഗുരുതരമായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിവിശേഷം രാധയാണ്. കൃഷ്ണന്റെ പ്രാണൻ രാധയിലാണ് ഇരിക്കുന്നത് മഹാരാജാവേ. മഹാരാജാവ് അക്രൂരനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളൂ. അപ്പോൾ അത് കേട്ടുകൊണ്ട് നിന്ന മഹാരാജാവിൻ്റെ കൂടെ നിന്ന ആൾക്കാർ വല്ലാതെ ഭയന്നുപോയി. പ്രത്യേകിച്ചും ദമഘോഷൻ പറഞ്ഞു, അതായത് ശിശുപാലൻ്റെ പിതാവ് ദമഘോഷൻ ജരാസന്ധൻ്റെ അടുത്ത് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് രാധയെ ആക്രമിക്കാൻ ആളിനെ വിട്ടു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തടഞ്ഞേനായിരുന്നു. രാധ അങ്ങ് കരുതുന്നത് പോലെ ഒരു പാൽക്കാരി പെണ്ണല്ല മഹാരാജാവേ, ആദി പരാശക്തിയാണ്. ആ ജരാസന്ധന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ദമഘോഷൻ പറഞ്ഞു, അമ്മേ രാധാറാണി പൊറുക്കണേ. ദമഘോഷനും പോയി. ജരാസന്ധൻ ഏകനായി. ജരാസന്ധൻ അസ്വസ്ഥനായി. ഒന്നിലും ആടി ഉലയാത്ത ജരാസന്ധൻ ആടി ഉലഞ്ഞു പോയി. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? തനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാധ ആരാണീ രാധ? എന്തായാലും അസാമാന്യമായ ശക്തിയുണ്ട്. ജരാസന്ധന്റെ മനസ്സിൻ്റെ ഒരു പകുതി പറയുന്നു, രാധയോട് മാപ്പ് ചോദിക്കാം. മറുപകുതി പറയുന്നു, ജരാസന്ധ നീ ധീരനായ രാജാവാണ്. ഒരു പെണ്ണിനോട് മാപ്പ് ചോദിക്കുകയോ? അസാധ്യം. ജരാസന്ധന്റെ മനസ്സിൽ രണ്ട് വടംവലികൾ നടക്കുകയാണ്. ഒരു പകുതി പറയുന്നു, രാധയോട് മാപ്പ് ചോദിക്കൂ. മറുപകുതി പറയുന്നു, അസാധ്യം. ബർസാനയിലെ ഒരു പാൽക്കാരി പെണ്ണിനോട് ജരാസന്ധ ചക്രവർത്തി മാപ്പ് ചോദിക്കുകയോ? ഒടുവിൽ ആ വിചാരം തന്നെ ജയിച്ചു. അതെ, ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എങ്കിലും രാധ ഒരു അസാധാരണ പ്രതിഭാസമാണ്. ജരാസന്ധൻ്റെ ഉള്ളിൽ രാധാറാണിയോട് അസാമാന്യമായ ഒരു ബഹുമാനം തോന്നി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, രാധയെ വിടാം, രാധയെ ഇനി തൊടണ്ട, കൃഷ്ണനെ പിടിക്കാം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ, ബൃഹദ്ബലൻ കംസയുടെ മകൻ
ആ ബൃഹദ്ബലനെയാണ് നമുക്ക് പിടിക്കേണ്ടത്. ഉഗ്രസേനന്റെ മകള്, കംസന്റെ സഹോദരിയും വസുദേവന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ടുള്ള കംസയുടെ മകനായിട്ടുള്ള ബൃഹദ്ബലൻ. അദ്ദേഹം പറഞ്ഞു, ആരെവിടെ? ബൃഹദ്ബലനെ നമ്മുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോൾ തന്നെ സൈന്യാധിപന്മാർ പോയി ബൃഹദ്ബലന്റെ അടുത്ത് എന്ന് പറഞ്ഞു. മഹാരാജാവ് വിളിക്കുന്നു. ബൃഹദ്ബലൻ ഭയന്നുപോയി. ജരാസന്ധൻ, നമ്മൾ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു നിമിഷം മതി ജരാസന്ധൻ നമ്മളെ വധിക്കാൻ. ഉഗ്രകോപിഷ്ഠനുമാണ് ജരാസന്ധൻ. ഭയന്ന് വിറച്ചാണ് ബൃഹദ്ബലൻ ജരാസന്ധന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. കാരണം കൃഷ്ണൻ ഇവിടുന്ന് പൊയ്ക്കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുതൽ ജരാസന്ധൻ ഉഗ്രകോപിഷ്ഠനാണ്. കൃഷ്ണനെയും ബലരാമനെയും കിട്ടാത്തതിൻ്റെ ദേഷ്യം മുഴുവനും നമ്മളെടുത്ത് തീർത്ത് കളയുമോ എന്നൊരു പേടി ആരുടെ ഉള്ളിൽ ഉദിച്ചിട്ടുണ്ട്? ബൃഹദ്ബലന്റെ ഉള്ളിൽ ഉദിച്ചിട്ടുണ്ട്. ബൃഹദ്ബലൻ ഭയന്ന് വിറച്ചു വന്നു. അവൻ്റെ ഭയം കണ്ടപ്പോൾ ജരാസന്ധൻ ഉള്ളിലൊന്ന് ചിരിച്ചു. ജരാസന്ധൻ വിചാരിച്ചു, കൃഷ്ണൻ എവിടെയാണെന്ന് ഇവനെ കൊണ്ട് പറയിപ്പിക്കാം. ഇവൻ ഭീരുവാണ്, അക്രൂരനിൽ നിന്നത് കിട്ടില്ല. കാരണം അക്രൂരൻ ധീരനാണ്. അപ്പോൾ പറഞ്ഞു, ആ ബൃഹദ്ബലനോ? വന്നാലും ബൃഹദ്ബലൻ വാ, എൻ്റെ അടുക്കലിരിക്ക്. ബൃഹദ്ബലൻ അമ്പരന്നിരിക്കുകയാണ്. അവന് പേടിയുണ്ട് അടുത്തിരിക്കാനായിട്ട്. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, വന്ന് എൻ്റെ അടുക്കലിരിക്ക്. കൊള്ളാം, നീ കംസന്റെ സഹോദരിയുടെ മകനല്ലേ, എനിക്കതുകൊണ്ട് നീ എന്നെ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ബൃഹദ്ബലൻ കരുതുകയാണ്, അയ്യോ ഈ ചക്രവർത്തി എന്ത് നല്ലനാണ്, ഈ ജരാസന്ധൻ ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു. ഇങ്ങനല്ലേ ഓരോ മനുഷ്യനെക്കുറിച്ച് ഇല്ലാവചനങ്ങളൊക്കെ പറയുന്നത്. അടുത്തിരുത്തിയതിന് ശേഷം ജരാസന്ധൻ ചോദിച്ചു, ആട്ടെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ? കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ നിന്റെ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയാണോ? വസുദേവനും സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ബൃഹദ്ബലൻ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, അതെ. എന്നിട്ട് ബൃഹദ്ബലൻ പറഞ്ഞു, നോക്കൂ പ്രഭോ, കൃഷ്ണനും ബലരാമനും ഓടിപ്പൊയ്ക്കളഞ്ഞു. അങ്ങ് മധുരയെ ആക്രമിക്കരുതേ, ദയവ് ചെയ്തങ്ങ് മധുരയെ ആക്രമിക്കരുതേ. ജരാസന്ധനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ബൃഹദ്ബല, എനിക്ക് നിന്നോട് സ്നേഹമാണ്. കാരണം നീ കംസയുടെ മകനാണ്, കംസന്റെ സഹോദരിയുടെ മകനാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് സ്നേഹമാണ്. അപ്പം നീയാണ് ഇനി മധുരയെ നയിക്കേണ്ടതെങ്കിൽ ഞാൻ മധുരയെ ആക്രമിക്കില്ല. ബൃഹദ്ബലന്റെ മനസ്സങ്ങ് കുളിർത്തു. ബൃഹദ്ബലന് കംസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ചക്രവർത്തിയാകണമെന്ന് മോഹമുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് കൃഷ്ണനെ അങ്ങ് വീരനായകനാക്കി, കൃഷ്ണനെ അവിടെ രാജാവാക്കാൻ നോക്കി. കൃഷ്ണനാകട്ടെ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടും കൃഷ്ണൻ തന്നെ ഉഗ്രസേനന്റെ പേര് വച്ചു. അപ്പം മധുരയുടെ ചക്രവർത്തിയാവുക എന്ന ഒരു മോഹം ബൃഹദ്ബലന്റെ ഉള്ളിലുണ്ട്. ജരാസന്ധ ചക്രവർത്തി ഇപ്പൊ പറയുന്നു, ഞാനാണെങ്കിൽ അപ്പം ഞാൻ തിരിച്ചു ചെന്ന് മധുരയിൽ ചെന്നിട്ട് ഞാനാണ് ചക്രവർത്തി എങ്കിൽ അദ്ദേഹം ഇത് ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണന് കഴിയാത്തത് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ജരാസന്ധ ചക്രവർത്തി ഇവൻ്റെ മുഖത്തെ ഭാവഭേദങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹമാണെങ്കിൽ അതങ്ങനെ തന്നെ ആകട്ടെ. അങ്ങ് തന്നെ ഉഗ്രസേന മഹാരാജാവിനെ വിവരം അറിയിച്ചാൽ ഞാൻ തീർച്ചയായും മധുരയുടെ ചക്രവർത്തിയാകാം. അങ്ങ് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്യില്ല. ജരാസന്ധൻ ഉള്ളാലെ പൊട്ടിച്ചിരിച്ചു. ജരാസന്ധൻ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, ഭീരുവാണിവൻ, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. ഇവനിപ്പോൾ വളരെ വേഗം പറഞ്ഞു കേൾപ്പിക്കാൻ പോവുകയാണ് എവിടേക്കാണ് കൃഷ്ണൻ പോയതെന്ന്. അപ്പോൾ പറഞ്ഞു, പിന്നെ ബൃഹദ്ബല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബൃഹദ്ബല, ഞാനിപ്പം നിന്നെ രാജാവാക്കി എന്നിരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഈ കൃഷ്ണനും ബലരാമനും കൂടെ തിരിച്ചു വന്നാലോ? അപ്പോൾ ബൃഹദ്ബലൻ പെട്ടെന്ന് പറഞ്ഞു, തിരിച്ചു വരത്തില്ല, അവരത്രയ്ക്ക് ദൂരേക്കാണ് പോയത്. അപ്പോൾ പറഞ്ഞു, ദൂരേക്കാണോ പോയത്? എങ്കിലും തിരിച്ചു വന്നാലോ ബൃഹദ്ബല? ആട്ടെ, അവരെങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? അപ്പം ബൃഹദ്ബലൻ്റെ ഉള്ളൊന്ന് കാളി. അയ്യോ, കൃഷ്ണൻ പോയിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്താൽ അതും കുഴപ്പമാവുമോ? എന്നാൽ ഈ ചക്രവർത്തി ഒരു കാര്യം ചോദിക്കുമ്പം പറയാതിരിക്കുന്നത് എങ്ങനെ?
അപ്പോൾ ജരാസന്ധൻ ചോദിച്ചു, അല്ല അവർ യമുനാ നദിയുടെ തീരത്തേക്കാണോ പോയിരിക്കുന്നത്? അപ്പോൾ ബൃഹദ്ബലൻ പറഞ്ഞു, മഹാരാജാവേ. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ പറയണ്ട. അപ്പോൾ ബൃഹദ്ബലൻ വിചാരിച്ചു, എന്നെ മധുരയുടെ ചക്രവർത്തിയാക്കാൻ പോവുകയാണ്, അദ്ദേഹത്തോട് സത്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പദം കിട്ടില്ല, വേറെ ആർക്കും നമ്മളെ ആക്കാനും പറ്റില്ല. അപ്പോൾ ഈ ബൃഹദ്ബലൻ അതാ 30 വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തതുപോലെ ഇവിടെ മധുരയുടെ ചക്രവർത്തി പദത്തിന് വേണ്ടി ബൃഹദ്ബലൻ കൃഷ്ണനെ ഒറ്റുകൊടുക്കാൻ തയ്യാറാവുകയാണ്. ബൃഹദ്ബലൻ പറഞ്ഞു, യമുനാ നദിയുടെ തീരത്തേക്കല്ല, വേണാ നദിയുടെ തീരത്തേക്കാണ് പോയത്. അപ്പൊ ജരാസന്ധൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പൊ കരവീരപുരത്തേക്കാണ് അവൻ പോയിരിക്കുന്നതില്ലേ? അത് ശരി, അപ്പൊ കരവീരപുരത്തേക്കാണ് അവന്റെ യാത്ര. സാരമില്ല, ഓക്കെ ബൃഹദ്ബല, നീ പൊയ്ക്കോളൂ, ഞാന് നിന്നെ മധുരയുടെ ചക്രവർത്തിയാക്കുന്നതാണ്. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. ജരാസന്ധൻ ഉടൻ തന്നെ അക്രൂരനെ വരുത്തിയിട്ട് പറഞ്ഞു, അക്രൂരരെ, കൃഷ്ണനും ബലരാമനും ഇല്ലാത്ത മധുരയെ ഞാൻ തൽക്കാലം ആക്രമിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ആ ബൃഹദ്ബലൻ അവിടെയുണ്ട്, അവൻ നല്ലതാണ്, അവൻ മധുരയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അവൻ മിടുക്കനാണ്. ഞാൻ തൽക്കാലം മധുരയെ ആക്രമിക്കുന്നില്ല. പകരമായിട്ട് എനിക്ക് കപ്പം തരണം, 25 ആനയെ തരണം എനിക്ക്, മനസ്സിലായില്ലേ? 100 രഥങ്ങൾ തരണം എനിക്ക്, 2 ഭാരം സ്വർണം തരണം എനിക്ക്. ഇന്ന് പൗർണമിയാണ്, ഇന്നേക്ക് 10-ാം ദിവസത്തിനുള്ളിൽ എനിക്കെന്ത് കിട്ടിയിരിക്കണം? 10 ദിവസത്തിനുള്ളിൽ എനിക്കിത് കിട്ടിയിരിക്കണം. സമ്മതമാണോ അല്ലയോ? അക്രൂരൻ പറഞ്ഞു, ജരാസന്ധ മഹർഷി കൽപ്പിച്ചാൽ അനുസരിക്കുകയല്ലാതെ നിവർത്തിയില്ലല്ലോ. എങ്കിലും ഉഗ്രസേന മഹാരാജാവിനോടും ചോദിക്കണം. ആകട്ടെ, നിങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെട്ടുള്ളൂ. എൻ്റെ ഒരു ദൂതനും നിങ്ങളെ കൂടെ വരും, ഉഗ്രസേനൻ്റെ അഭിപ്രായം അറിയാനായിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അക്രൂരനെ മടക്കി അയച്ചു. തൻ്റെ കൂടെയുള്ള മറ്റ് രാജാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ജരാസന്ധൻ പറഞ്ഞു, നമ്മൾ മധുരയെ ആക്രമിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ മധുരയെ ആക്രമിക്കാനായിട്ടല്ലേ വന്നത്? അതെ, മധുരയെ ആക്രമിക്കുന്നില്ല. കാരണം മധുരയിൽ കൃഷ്ണനും ബലരാമനും ഇല്ല. മധുരയിലെ ജനങ്ങൾ പകുതിയിൽ കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർ നമ്മൾ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ഹസ്തിനപുരത്തിലേക്കും ധ്രുപദരാജന്റെ പാഞ്ചാലത്തേക്കും പോകാൻ തയ്യാറെടുക്കുകയാണ്. ഹസ്തിനപുരത്തെ നമ്മൾ ഇപ്പോൾ ആക്രമിക്കാൻ പറ്റില്ല, കാരണം ഭീഷ്മരാണ് അവിടെ ഉള്ളത്. നമ്മൾ തൽക്കാലം കരവീരപുരത്തേക്ക് പോവുകയാണ്. ദമഘോഷൻ ഒന്ന് ഞെട്ടി. ദമഘോഷൻ ജരാസന്ധൻ്റെ കൂടെ നിൽക്കുന്നെങ്കിലും ജരാസന്ധനോട് കടുത്ത എതിർപ്പുള്ള ആളാണ്, നിവർത്തികേടുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ശിശുപാലനാകട്ടെ ജരാസന്ധൻ്റെ കടുത്ത ആരാധകനുമാണ്. ജരാസന്ധന് മധുര ശക്തി പ്രാപിക്കണമെന്നും കൃഷ്ണനും ബലരാമനും ജരാസന്ധനെ വധിക്കണമെന്നും അതിയായ ആഘോഷമുണ്ട്. അപ്പൊ ദമഘോഷൻ ചോദിച്ചു, കരവീരപുരത്തേക്കോ? കരവീരപുരത്തേക്ക് എന്തിനാണ് പോകുന്നത്? കൃഷ്ണനും ബലരാമനും അങ്ങോട്ടേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്. അവരെ വധിക്കും എന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പൂർത്തിയാക്കും. എന്താ ദമഘോഷ, താങ്കൾക്ക് മടിയുണ്ടോ? ജരാസന്ധൻ ദമഘോഷന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജരാസന്ധന്റെ മനസ്സ് പറഞ്ഞു, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവന് മധുരയോട് കൂറുണ്ട്. അപ്പോൾ പറഞ്ഞു, ദമഘോഷ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, സാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പകരം ശിശുപാലനെ വിട്ടാൽ മതി. അപ്പൊ ദമഘോഷൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ശിശുപാലൻ അവൻ ജരാസന്ധന്റെ അടിമയാണ്, അവൻ ചെന്നാൽ കൃഷ്ണനെ വധിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. അപ്പൊ ദമഘോഷൻ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല പ്രഭു, ഇല്ല, ഞാൻ വരാം, ഞാൻ തീർച്ചയായിട്ടും വരാം. നമുക്ക് ഒന്നടങ്കം എങ്ങോട്ടേക്ക് പോകാം? നമുക്ക് കരവീരപുരത്തേക്ക് പോകാം. അങ്ങനെ ഇതാ കൃഷ്ണനെയും ബലരാമനെയും വധിക്കുന്നതിന് വേണ്ടി ജരാസന്ധന്റെ സൈന്യം കരവീരപുരത്തേക്ക് പോകാൻ
പുറപ്പെട്ടു കഴിഞ്ഞു. സൈന്യമൊന്നടങ്കം കരവീരപുരത്തേക്ക് പോകാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഇതറിയാതെ കൃഷ്ണനും ബലരാമനും ഗോമന്ത പർവ്വതത്തിൽ ഗരുഡന്മാരുടെ കൂടെ വസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗരുഡന്മാരെന്ന് പറഞ്ഞാൽ പക്ഷികളല്ല. നിങ്ങൾ കൃഷ്ണന്റെ വാഹനം ഗരുഡൻ എന്നൊക്കെ പറയുന്നില്ലേ, അതൊരു കവികളുടെ ഒരു ഭാവനയാണ്. അതൊരു പക്ഷി എന്ന് പറയുന്നത് അങ്ങനല്ല, അവർ മനുഷ്യരാണ്. പക്ഷേ അവർ വിശേഷ അവസരങ്ങൾ വരുമ്പോഴും യുദ്ധത്തിന് പോകുമ്പോഴും ഗരുഡന്റെ മുഖം മൂടി അണിയും. ആ ഗരുഡന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പോകുന്നതാണ് അവരെ ഗരുഡന്മാരെന്ന് പറയുന്നത്. അതൊരു വർഗമാണ്. നമ്മുടെ പുരാണത്തിൽ ഇങ്ങനെ അതിശയോക്തി കലർത്തി പലതും പറയാറുണ്ട്. ഇതൊന്നും അറിയാതെ അവർ ഗോമന്ത പർവ്വത്തിൽ വസിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഗോമന്ത പർവ്വതത്തിലുള്ള ഗരുഡ മുഖ്യന്മാരുടെ ആതിഥേയത്വത്തിൽ കഴിയുകയാണ്. ഇവിടെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട, വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരു സംഗതിയുണ്ട്, കൃഷ്ണന്റെ വാഹനം ഗരുഡനാണ്. പക്ഷേ അതൊരു പക്ഷിയാണ്, അല്ല. ആദ്യം ആ ധാരണ നിങ്ങൾക്ക് മാറട്ടെ. കൃഷ്ണന്റെ വാഹനമെന്ന് കരുതുന്ന പക്ഷിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അത് കവി കൽപ്പനയാണ്. പക്ഷി എന്ന് പറയുന്നത് കവിയുടെ ഭാവനയാണത്. അപ്പൊ കൃഷ്ണന്റെ വാഹനമെന്നറിയപ്പെടുന്ന, മനസ്സിലായില്ലേ, ഗരുഡൻ. ആ ഗരുഡൻ എന്ന അസാധാരണമായ കഥാപാത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഗരുഡന്റെ പേര് നിങ്ങൾക്കറിയാം, വൈനതേയൻ. ശ്രദ്ധിച്ചു കേട്ടോളണം. ഇതാണ്ട് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്? ഗോമന്ത പർവ്വതം. ആ ഗോമന്ത പർവ്വത്തിൽ അവിടെയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഉള്ളത്. പരശുരാമൻ വന്ന് ഗരുഡ മുഖ്യനെ ആരുടെ ചുമതല ഏൽപ്പിച്ചു? കൃഷ്ണന്റെയും ബലരാമന്റെയും ചുമതലകൾ ഏൽപ്പിച്ചു. അവിടെ ഒരു കുടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഗരുഡ മുഖ്യന്റെ മകനായ വൈനതേയൻ. അവന്റെ അമ്മയാണ് വിനത. അപ്പൊ വിനതയുടെ മകൻ, ഗരുഡ മുഖ്യന്റെ മകൻ അങ്ങനെ ചുരുണ്ടു കൂടിക്കിടക്കുകയാണ്. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരടർന്നു വീഴുകയാണ്. അവൻ ആലോചിക്കുകയായിരുന്നു, താൻ എന്തൊരു ചുറുചുറുക്കുള്ള യുവാവായിരുന്നു, എന്തൊരു ഉത്സാഹമുള്ള യുവാവായിരുന്നു. ഗോമന്ത പർവ്വതത്തിലെ ഒരു മുനമ്പിൽ നിന്നും മറ്റൊരു മുനമ്പിലേക്ക് ഇവിടുള്ള ഏത് ഗരുഡ മുഖ്യനെക്കാട്ടിയും വേഗത്തിൽ ചാടിക്കടന്നുകൊണ്ടിരുന്നവനാണ് ഞാൻ ചാടിക്കടക്കാത്ത മുനമ്പുകളില്ല. എല്ലാവർക്കും അഭിമാനമായിരുന്നു എന്നെക്കുറിച്ച്. അടുത്ത ഗരുഡ മുഖ്യനായിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു. എൻ്റെ പിതാവിന് അഭിമാനമായിരുന്നു ഞാൻ. ഈ ഗരുഡനാണ് അടുത്ത ഗരുഡ മുഖ്യൻ. അവനെപ്പോലെ വേഗത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ മറ്റൊരാൾക്ക് കഴിവില്ല. എന്നു മാത്രവുമല്ല, ഒരാളിനെ വഹിച്ചുകൊണ്ട് തന്നെ അവൻ ഒരു സൂചിപ്പാറയിൽ നിന്ന് അടുത്ത സൂചിപ്പാറയിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? അസാധാരണ വേഗത്തിൽ കുതിച്ചു പായുമായിരുന്നു. ഒരാളെ തോളത്തിരുത്തിക്കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഗോമന്ത പർവ്വതത്തിൽ നിന്ന് കരവീരത്തേക്കും കരവീരത്തു നിന്ന് തിരിച്ചും ഇവിടം വരെയും ഓടിയെത്തിയവനാണ് ആരെന്ന് പറയുന്നത്? ഈ വൈനതേയൻ എന്ന് പറയുന്നത് ഗരുഡൻ. നിങ്ങൾ അറിയപ്പെടുന്ന ഗരുഡൻ ആലോചിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും രോമാഞ്ചമായിരുന്നു ഞാൻ. പക്ഷേ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വൈനതേയൻ എന്ന ഗരുഡന് ഒരു പനി വന്നു. ആ പനി പിടിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? അവൻ്റെ 2 കാലുകളും തളർന്നുപോയി. ഇപ്പോൾ അവന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രപിതാമഹൻ എന്നറിയപ്പെടുന്നത് സുവർണ ഗരുഡനാണ്. ആ സുവർണ ഗരുഡന്റെ അംശമാണ് ഇവരെല്ലാവരും. അങ്ങനെ ഉള്ളപ്പോൾ ഇങ്ങനെ ഊർജ്ജസ്വലമായി എണീറ്റ് നടക്കാൻ പറ്റാത്തത്
ദൈവത്തിൻ്റെ ശാപമാണെന്ന് അവരെല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവശാപമേറ്റവനാണ് വൈനതേയൻ എന്ന ഈ ഗരുഡനെന്ന് എല്ലാവരും കരുതി കഴിഞ്ഞു. ഇന്ന് വൈനതേയൻ്റെ പിതാവിന് പോലും അവനെ ഇഷ്ടമല്ല. അവൻ്റെ സഹോദരന്മാർക്ക് വരെ അവനെ വെറുപ്പാണ്. അവൻ്റെ അമ്മാവൻ അവനെ വെറുപ്പാണ്. ആകപ്പാടെ അല്പം സ്നേഹം അമ്മയ്ക്ക് മാത്രമാണ്. അമ്മയ്ക്ക് പോലും ചില സമയത്തങ്ങ് സഹിക്കാൻ വയ്യാതെ ദേഷ്യം വരും. വല്ലാത്ത ഒരവസ്ഥയിലാണ് ഗരുഡൻ. ആർക്കും അവനെ വേണ്ട. ഇപ്പോൾ അച്ഛന് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, ഒരുത്തർക്കും വേണ്ട. എല്ലാവരുടെയും കണ്ണില് ദൈവശാപമേറ്റവനാണ് ഇവനെന്നാണ്. അവനിങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഒരറ്റത്ത് കിടക്കുകയാണ് അവൻ ചുരുണ്ടുകൂടി. ഈ സമയത്ത് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അവൻ്റെ അമ്മ വലിയ ഉത്സാഹത്തിലായിരുന്നു. അവൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നമുക്ക് 2 വിശിഷ്ടാതിഥികളുണ്ട്. 2 വിശിഷ്ടാതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് കുറേ നേരമായിട്ടേ വൈനതേയൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ആ വിശിഷ്ടാതിഥികളിൽ ഒരുവനുണ്ടല്ലോ, എന്തൊരു നീളമാണ്, എന്തൊരു വർണ്ണമാണ്. ബലരാമൻ എന്നത്രയാണത്രേ അവൻ്റെ പേര്. മറ്റവനുണ്ടല്ലോ, അവൻ ശ്യാമവർണ്ണനാണ്, നീല നിറമാണ്. അവൻ മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട് മോനെ. അവൻ്റെ തിരുമുടിയിൽ മയിൽപ്പീലി അവൻ തിരികിയിട്ടുണ്ട്. അവനെ കാണാൻ എന്ത് രസമാണെന്നോ. അവൻ ദൈവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവൻ ദൈവമാണത്രേ. അവൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഓരോ കുട്ടികളെയും അവൻ ആശ്ലേഷിച്ചു, അവരുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, അവൻ ദൈവമാണ്. നിന്നെ ഞാൻ അവൻ്റെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവൻ നിന്നെ കാണാൻ വരും. ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വൈനതേയന് അയാളെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെയും വിചാരിച്ചു, വേണ്ട, എനിക്ക് ആരുടെയും സഹതാപം വേണ്ട. വൈനതേയൻ എന്ന ഗരുഡൻ പറഞ്ഞു, വേണ്ട, എനിക്ക് കൃഷ്ണനെയും കാണണ്ട, എനിക്ക് ബലരാമനെയും കാണണ്ട, എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ തിരിച്ചുപോയി. വൈനതേയൻ കടന്നു. അപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നിന്നും ഓരോരുത്തർ കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. ഓരോരുത്തരും സംസാരിക്കുന്നത് കേൾക്കാം. എല്ലാവരും പറയുന്നു, കൃഷ്ണൻ ദൈവമാണ്, കൃഷ്ണൻ ദൈവമാണ് എന്ന് സകല ആൾക്കാരും പറയുന്നു. പതുക്കെ 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 വൈനതേയൻ്റെ മനസ്സിലും തോന്നിത്തുടങ്ങി, ദൈവമാണോ, കൃഷ്ണൻ ദൈവമാണോ, എന്നെ കാണാൻ വരുവോ? അപ്പോൾ തോന്നി, എങ്ങനെ എന്നെ കാണാൻ വരും? എന്നെ പോലുള്ള ഒരുത്തനെ കാണാൻ ഒരിക്കലും കൃഷ്ണൻ വരില്ല. നേരം രാത്രിയായി. വൈനതേയൻ്റെ മനസ്സ് പറയുന്നു, ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ് നല്ലത്. വൈനതേയൻ വിചാരിച്ചു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ആ ദൈവത്തെ കാണണം. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ എന്ന ദൈവത്തിനെ കാണണം. എനിക്ക് അവൻ്റെ അടുക്കലേക്ക് പോകണം. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അവൻ കടലിന് അഭിമുഖമായി നിൽക്കുന്ന പാറക്കെട്ടിലാണത്രേ താമസം. കടലിന് അഭിമുഖമായി നിൽക്കുന്ന പാറക്കെട്ടിലാണ് ആര് താമസിക്കുന്നത്? കൃഷ്ണൻ താമസിക്കുന്നത്. അപ്പോൾ ഈ ഗരുഡൻ കാലുകൾ തളർന്നു കിടക്കുകയാണ്. ഇഴഞ്ഞു മിറ്റം വരെ പോയിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. വൈനതേയൻ വിചാരിച്ചു, ഇല്ല ഇല്ല, എനിക്കവൻ ദൈവമാണെങ്കിൽ കാണണം. ഞാൻ പോകും. ഞാൻ കടലിന് അഭിമുഖമായി നിൽക്കുന്ന പാറക്കെട്ടിനടുത്തേക്ക് ഞാൻ പോകും. അവൻ പതുക്കെ രാത്രിയായപ്പോൾ ഞെരങ്ങി ഞെരങ്ങി ഞെരങ്ങി, കാരണം കാലുകൾ തളർന്ന് കിടക്കുകയാണ്. ഞെരങ്ങി അവൻ വീടിൻ്റെ പുറത്തിറങ്ങി. താൻ ഇറങ്ങുന്ന ശബ്ദം അമ്മയോ മറ്റോ കേട്ടോ എന്ന് നോക്കി. ഇല്ല, ആരും കേട്ടിട്ടില്ല. വീണ്ടും അവിടെ നിന്ന് കൈകൾ വെച്ചവൻ ഞെരങ്ങി ഞെരങ്ങിപ്പോയി. കൈകൾ ഉരയാൻ തുടങ്ങി. അങ്ങനെ വനത്തിലെത്തി. വല്ലാത്തൊരു സ്ഥിതിയാണ്. അവൻ്റെ കയ്യിൽ മുള്ളുകൾ കൊണ്ട് ഉരഞ്ഞു. പക്ഷേ ഗരുഡൻ അത് കാര്യമാക്കിയില്ല. പക്ഷേ അവൻ വീണ്ടും എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്നു. അങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്നപ്പോൾ 2 തിളങ്ങുന്ന കണ്ണുകളെ കണ്ടു. ആ തിളങ്ങുന്ന കണ്ണുകളെ കണ്ടപ്പോൾ വൈനതേയൻ ഞെട്ടിപ്പോയി. കാരണം അത് മറ്റാരുമല്ല, ഒരു സിംഹമായിരുന്നു.
രൂക്ഷമായിട്ട് അവനെ നോക്കുന്നു. വൈനതേയൻ വിചാരിച്ചു, അതാ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, ദൈവത്തെ കാണാതെ എനിക്ക് പോകേണ്ടി വരും. അവിടെ നിന്നുകൊണ്ട്, അവിടെ കിടന്നുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ആ വിളി അവിടുത്തെ പാറക്കെട്ടുകളിൽ കൊണ്ട് മാറ്റൊലിക്കൊണ്ടു. ധ്യാനത്തിലിരുന്ന കൃഷ്ണൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു ചുറ്റുപാടും നോക്കി. ബലരാമൻ ചോദിച്ചു, എന്താണ് ജ്യേഷ്ഠ? എന്നെ ആരോ വിളിക്കുന്നു. ജ്യേഷ്ഠൻ കേട്ടില്ലേ? ബലരാമൻ പറഞ്ഞു, ഞാനൊന്നും കേട്ടില്ല, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ ധ്യാനാവസ്ഥയിലേക്ക് പോയി. ഈ സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ആ സിംഹം തിരിച്ചുപോയി. അപ്പോൾ ഗരുഡൻ വീണ്ടും എഴയാൻ തുടങ്ങി. എഴഞ്ഞ് പതുക്കെ സൂചിപ്പാറയുടെ അടുക്കലേക്കെത്തി. അപ്പോൾ കാണാം ഒരു സർപ്പം, ഉഗ്രവിഷമുള്ള ഒരു സർപ്പം നിൽക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു, ഇതാ ഇവിടെ വെച്ച് അവസാനിക്കുന്നു, ദൈവത്തെ തേടിയുള്ള യാത്ര അവസാനിക്കുന്നു, കൃഷ്ണനെ തേടിയുള്ള യാത്ര അവസാനിക്കുന്നു. അപ്പോൾ ആ ഗരുഡൻ അവിടെ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, കൃഷ്ണ. ആ വിളി അവിടെ എങ്ങും മാറ്റൊലിക്കൊണ്ടു. കൃഷ്ണൻ ഞെട്ടി കണ്ണുകൾ തുറന്നു. ആ സമയത്ത് സർപ്പം അവിടെ നിന്ന് ഇഴഞ്ഞുപോയി. വൈനതേയൻ എന്ന ഗരുഡന് സന്തോഷമായി. അപ്പോൾ അവൻ വിചാരിച്ചു, ദൈവം തന്നെ, കൃഷ്ണൻ ദൈവം തന്നെ. രണ്ടത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന് സിംഹം ഒഴിഞ്ഞുപോയി, രണ്ട് സർപ്പം ഇഴഞ്ഞുപോയി. അവൻ വീണ്ടും എഴഞ്ഞ് സൂചിപ്പാറയുടെ മുകളിൽ ഒരു വിധമെത്തി. അതിൻ്റെ സമതല പ്രദേശത്തെത്തി. ഇനിയും ഒരു കയറ്റമുണ്ട്, ഒരടി നീങ്ങാൻ വയ്യ. എന്നിട്ടും ഗരുഡൻ തൻ്റെ കൈകൾ കൊണ്ട് എഴഞ്ഞ് മുകളിലേക്ക് കയറാൻ പോയതും പിടിവിട്ടുപോയി. വലിയ ഒരു കുഴിയിലേക്ക് വന്നു പതിച്ചു. ശരീരം നുറുങ്ങുന്ന വേദന. ഈ കുഴിയിൽ നിന്ന് ഇനി കരകയറില്ല. ഇവിടേക്ക് ആരാണ് വരുന്നത്? ഇവിടേക്ക് ആരും വരില്ല. ഈ കുഴിയിൽ തൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. തൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നു എന്ന് തോന്നുന്നു. ദൈവത്തെ കാണാതെ ഞാൻ പോകേണ്ടി വരുമല്ലോ. അവിടെ കിടന്നുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ, എൻ്റെ കൃഷ്ണ. ആ വിളി വായു ഭഗവാൻ ഏറ്റെടുത്തു. പാറക്കെട്ടുകളിൽ തട്ടി ആ ശബ്ദം പ്രതിധ്വനിച്ചു. കടൽ തിരമാലകളിൽ തട്ടി പ്രതിധ്വനിച്ചു. കൃഷ്ണന്റെ കാതുകളിൽ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. കുറെ നേരത്തേക്ക് വൈനതേയന് തൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തൻ്റെ ദേഹത്തെന്തോ കുത്തുന്നത് പോലെ തോന്നി. വല്ലാത്ത വേദന തോന്നി. നോക്കിയപ്പോൾ ആരോ ഒരു മുളങ്കം വിട്ടുതരികയാണ് പിടിക്കാനായിട്ട്. പക്ഷേ വീണ്ടും ബോധമങ്ങ് മറഞ്ഞു. ബോധം കുറേ കഴിഞ്ഞ് തെളിഞ്ഞു. ആ അബോധതലത്തിൽ എവിടെയോ അബോധതലത്തിൽ വൈനദേവൻ എന്ന ഗരുഡൻ കാണുകയാണ്. അദൃശ്യനായിട്ട് ഒരാളിരുന്ന് തൻ്റെ ശിരസ് തലോടുന്നതായിട്ട് കാണുകയാണ്. തൻ്റെ തലമുടി തലോടുന്നതായിട്ട് കാണുകയാണ്. വൈനതേയൻ ഒരുവിധം ബോധം വന്നു. അവനൊന്ന് കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു ആ ശ്യാമള കോമള രൂപൻ, പീതാംബരധാരി, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ കണ്ണുകളിൽ നിന്ന് എന്തൊരു സ്നേഹമാണ്! ഇത്രയും സ്നേഹം ആ കണ്ണുകളിൽ ഒരിക്കലും കണ്ടിട്ടില്ല. വീണ്ടും വൈനതേയൻ്റെ ബോധം മറഞ്ഞു. ആ ബോധം മറഞ്ഞപ്പോൾ ഗരുഡൻ ഒരു അത്ഭുത കാഴ്ച കാണുകയാണ്.
ഒരത്ഭുത കാഴ്ച കാണുകയാണ്. ഒരു കടമ്പ് വൃക്ഷം. ആ കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൃഷ്ണനോട് ചേർന്നൊരു യുവതി, അതീവ സുന്ദരിയായ ഒരു യുവതി. ആ യുവതിയാണ് ഓടക്കുഴൽ വായിക്കുന്നത്. ആ വായനയിൽ ലയിച്ചിങ്ങനെ ശ്രീകൃഷ്ണൻ നിൽക്കുന്നു. ആ വായന തീർന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, രാധേ, എന്തു മനോഹരമാണ് നിന്റെ ഓടക്കുഴൽ വായന, നിന്നെ കാണാനല്ലേ ഞാൻ വന്നത്. അപ്പോൾ രാധ പറയുന്നു, നിങ്ങളെ കാണാൻ വന്ന നിങ്ങളുടെ ഭക്തൻ ആപത്തിലാണ്, അവന് ശക്തി കൊടുക്കൂ, അവന് ശക്തി കൊടുക്കൂ. ആ സ്വരം അവൻ കേൾക്കുന്നു. അപ്പോൾ അറിയാതെ ഗരുഡൻ വിളിക്കുകയാണ്, രാധാ, രാധേ. ആ വിളി അവിടെ മുഴുവനും മുഴങ്ങുകയാണ്. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അവരാരും അങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ല. ബലരാമൻ അന്തം വിട്ടുപോയി. അത്ഭുത പരതന്ത്രനായിട്ട് ബലരാമൻ നിൽക്കുകയാണ്. കൃഷ്ണൻ മാത്രം ശാന്തനായി പുഞ്ചിരിച്ചിരിക്കുകയാണ്. കൃഷ്ണന് മനസ്സിലായി, തൻ്റെ സമയം വരുന്നു. ഇതാ രാധ ഉത്തരവ് തന്നിരിക്കുന്നു. കൃഷ്ണന് വളരെ വ്യക്തമായി മനസ്സിലായി. ഒരു നിമിഷം കൃഷ്ണൻ ധ്യാനത്തിലാണ്ടപ്പോൾ രാധ പറയുന്നു, കൃഷ്ണ, അവനെ നിനക്ക് വേണം. ഭാവിയിൽ അവനെ കൊണ്ടൊരുപാട് ഗുണങ്ങളുണ്ട് കൃഷ്ണ. അവനെ കൂടെ കൂട്ടൂ നീ. കൃഷ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കൃഷ്ണൻ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും ഗരുഡമുഖ്യനും അവൻ്റെ മാതാവും എല്ലാവരും എത്തി. എല്ലാവരും അവനെ വഴക്ക് പറയാൻ തുടങ്ങി. അവൻ്റെ പിതാവായ ഗരുഡമുഖ്യൻ അവനോട് ചോദിച്ചു, നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത് ഈ രാത്രി ഇറങ്ങി നടക്കാൻ? മനുഷ്യനായിട്ട് ഇല്ലായ്മ ചെയ്യിക്കാനായിട്ട് ഒരു പ്രയോജനവുമില്ല, ദൈവശാപം കിട്ടിയ ജന്മമാണ്. എന്നിട്ട് പറഞ്ഞു, ബാ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈനതേയൻ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ ഈ ദൈവത്തിൻ്റെ കിൽക്കാക്ക കിടക്കുകയാണ്, ഇവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അപ്പോൾ അവൻ്റെ അമ്മാവൻ പറഞ്ഞു, നീ എന്ത് പ്രാന്താണ് ഈ പറയുന്നത്? നിനക്കെന്താ സ്ഥിരബുദ്ധിയില്ലേ? ഈ 2 കാലും വയ്യാത്ത നിന്നെയും കൊണ്ട് ഇവർ കഷ്ടപ്പെടില്ലേ ഇവിടെ കിടന്നുകൊണ്ട്? അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. തിരിച്ചിട്ട് പറഞ്ഞു, പ്രഭോ ക്ഷമിക്കണം കേട്ടോ, അവൻ്റെ വിവരക്കേട് കൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. കൃഷ്ണൻ അപ്പോഴും പുഞ്ചിരിച്ചു. കൃഷ്ണൻ വൈനതേയൻ്റെ അടുത്ത് ചോദിച്ചു, വൈനതേയ, അല്ലയോ ഗരുഡ, നിനക്കിവരുടെ കൂടെ പോകാൻ ഇഷ്ടമില്ലേ? അവൻ പറഞ്ഞു, ഇഷ്ടമില്ല. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാനാണോ താല്പര്യം? അതെ, എൻ്റെ ജീവിത അവസാനം വരെ അങ്ങയോടത്ത് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാൻ അങ്ങേക്കൊരു ഭാരമാകും. അപ്പോൾ ഗരുഡമുഖ്യനും ഈ ഗരുഡൻ്റെ അമ്മയും പറഞ്ഞു, അതേ പ്രഭോ, അങ്ങേക്കൊരു ഭാരമാകും. അപ്പോൾ പറഞ്ഞു, ഇല്ല, അവൻ ഇവിടെ എൻ്റെ അടുക്കൽ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, നീ എന്തായി പറയുന്നത്? ഈ 2 കാലും വയ്യാത്തവനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞു ഇവന് 2 കാലും വയ്യ എന്ന്? കൃഷ്ണൻ പറഞ്ഞു. അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, വൈനതേയ, നിനക്കൊന്നുമില്ല, നീ എഴുന്നേൽക്കൂ. അപ്പോൾ വൈനതേയൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, എൻ്റെ 2 കാലുകളും തളർന്നുപോയി. അപ്പോൾ കൃഷ്ണൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു, ഗരുഡ, ഞാൻ ശ്രീകൃഷ്ണൻ രാധാവല്ലഭൻ. അവിടെ നിന്നവർ അന്തം വിട്ടുപോയി. നേരത്തെ ഗരുഡന്റെ വായിൽ നിന്നും രാധ വന്നു, ഇപ്പോൾ ഇതാ കൃഷ്ണന്റെ അടുക്കൽ നിന്നും വരുന്നു. ഞാൻ രാധാവല്ലഭൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, എഴുന്നേൽക്കൂ. കൃഷ്ണൻ കൈ പിടിച്ചവനെ അങ്ങ് ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, നടന്നു വരൂ, എൻ്റെ കൂടെ നടന്നു വരൂ.
ഇഴയാൻ മാത്രം വിധിക്കപ്പെട്ട അവൻ അറിയുകയാണ് തൻ്റെ കാലുകൾക്ക് ബലം ലഭിക്കുന്നത്, തൻ്റെ കാലുകൾക്ക് ബലം ലഭിക്കുന്നത്. നാലു ചുറ്റും നിൽക്കുന്നവർ അന്തം വിട്ട് നിൽക്കുകയാണ്, അത്ഭുത പരതന്ത്രനായി നിൽക്കുകയാണ്. ഒരു നിമിഷം ഗരുഡൻ സംശയിച്ചു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, വരൂ, എൻ്റെ കൂടെ നടന്നു വരൂ. അതെ അതെ, രണ്ട് കാലുകളും തളർന്നു കിടന്ന ഗരുഡനിതാ, രണ്ട് കാലുകളും തളർന്നു കിടന്ന ഗരുഡനിതാ ഇതാ കൃഷ്ണന്റെ കൂടെ നടക്കുകയാണ്, കൃഷ്ണന്റെ കൂടെ നടക്കുകയാണ്. എല്ലാവരും അത്ഭുത പരതന്ത്രമായി നിന്നപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഇതാ കേൾക്കുകയാണ്, നാരായണ 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 നാരായണ. ഗരുഡന്മാർ അത്ഭുതപ്പെട്ടു, ബലരാമൻ അത്ഭുതപ്പെട്ടു. എവിടുന്ന്, ആരെന്താണ് പറയുന്നത്, ആരെന്താണ് പറയുന്നത്? ഈ സമയത്ത് വീണ്ടും അന്തരീക്ഷത്തിൽ നിന്ന് മുഴങ്ങുകയാണ്, നാരായണ 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 നാരായണ. ഗരുഡമുഖ്യന്മാർ ആർത്തു വിളിച്ചു, നാരായണ നാരായണ നാരായണ. ഗരുഡന്റെ അമ്മ വിനത വന്ന് കൃഷ്ണന്റെ കാലിൽ വീണിട്ട് പറഞ്ഞു, നാരായണ നാരായണ മഹാപ്രഭോ, മഹാപ്രഭോ, എൻ്റെ മകന് ജീവൻ കൊടുത്ത മഹാപ്രഭോ, നാരായണ നാരായണ നാരായണ. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. വൈനതേൻ വന്നു, കൃഷ്ണന്റെ കൈകൾ കൂപ്പിപ്പിടിച്ചു. വൈനദേവനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വൈനതേയ, നീ ഈ മുനമ്പിൽ നിന്ന് അപ്പുറത്തെ മുനമ്പിലേക്ക് പണ്ടത്തെ പോലെ നീ ചാടൂ. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ഗരുഡന്റെ മാതാവ് വിനത പറഞ്ഞു, അയ്യോ, അവനൊന്നും നടക്കാറായതേ ഉള്ളൂ, എങ്ങനെ ചാടാൻ പറ്റും? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഗരുഡ, നീ ഈ മുനമ്പിൽ നിന്ന് അപ്പുറത്തെ മുനമ്പിലേക്ക് ചാടൂ. ഗരുഡൻ പറഞ്ഞു, അതെ. ഗരുഡന് തൻ്റെ ഉള്ളിലേക്കൊരു ശക്തി വ്യാപിക്കുന്നത് കണക്ക് തോന്നി. ഗരുഡൻ ആ മുനമ്പിൽ നിന്നു. ആ മുനമ്പിൽ നിന്നിട്ട് ഗരുഡൻ പറഞ്ഞു, നാരായണ നാരായണ. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഒന്ന് കാല് പിഴച്ചാൽ അഗാധമായ ഗർത്തത്തിലാണ്, ഒന്ന് കാല് പിഴച്ചാൽ അഗാധമായ ഗർത്തത്തിലാണ്. പക്ഷേ ഗരുഡന് അസാധാരണമായ ധൈര്യം. ഗരുഡൻ പറഞ്ഞു, നാരായണ നാരായണ നാരായണ. അപ്പൊ അവിടെ കൂടി നിന്ന എല്ലാവരും പറഞ്ഞു, ഗരുഡന്മാര്, നാരായണ 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 നാരായണ. ഒറ്റച്ചാട്ടം, ഒറ്റച്ചാട്ടം. ഒരു മുനമ്പിൽ നിന്ന് അപ്പുറത്തെ മുനമ്പിലേക്ക് ഇതാ പഴയ ഗരുഡൻ തിരിച്ചെത്തിയിരിക്കുന്നു, പഴയ ഗരുഡൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഏറ്റവും പ്രയാസകരമായ ഒരു മുനമ്പിൽ നിന്ന് മറ്റൊരു മുനമ്പിലേക്ക് നിഷ്പ്രയാസം ചാടിയിരിക്കുന്നു വിനത. ഗരുഡന്റെ മാതാവ് ഓടി വന്ന് കൃഷ്ണന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, നാരായണ നാരായണ പ്രഭു, അങ്ങീശ്വരനാണ്, അങ്ങീശ്വരനാണ്. ബലരാമൻ അമ്പരന്ന് നിൽക്കുകയാണ്. കൃഷ്ണൻ ഈശ്വരനാണെന്നൊന്നും ബലരാമൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷേ ഈ കാഴ്ച ബലരാമനെ അമ്പരപ്പിച്ചു നിന്നു. സകല ഗരുഡന്മാരും കൈകൾ കൊണ്ട് തൊഴുതിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞങ്ങൾ അവിടുത്തെ ദാസന്മാരാണ്. ആ സമയത്ത് ഗരുഡൻ വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇന്ന് മുതൽ അവിടുത്തെ ദാസനാണ്, ഞാൻ ഇന്ന് മുതൽ അവിടുത്തെ ദാസനാണ്. അങ്ങേക്ക് എവിടെ പോകണമെങ്കിലും അങ്ങയും ചുമരിലെടുത്തു കൊണ്ടുപോകാൻ എന്നെ അനുഗ്രഹിക്കണേ, അങ്ങയുടെ വാഹനമാകാൻ എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ അങ്ങയും കൊണ്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളാം, എന്നെ കൂടെ കൂട്ടണേ, എന്നെ ഉപേക്ഷിക്കരുതേ. കൃഷ്ണൻ പറഞ്ഞു, ഗരുഡാ, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, എൻ്റെ കൂടെ നീ ഇനി എന്നും ഉണ്ടായിരിക്കും. എൻ്റെ നാമം നിലനിൽക്കോളം കാലം ഗരുഡ, നിന്റെ നാമവും നിലനിൽക്കും. ഇന്നു മുതൽ നീയാണ് എൻ്റെ വാഹനം, എന്നെ എവിടെയും കൊണ്ടുപോകുന്നത് ഇന്നു മുതൽ നീയാണ്, നിനക്കതിനുള്ള കരുത്തുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൃഷ്ണനെ സ്തുതിച്ചു. ഈ സമയത്ത് ബർസാനയിൽ രാധാറാണിയുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിക്ക് അതിവേഗം പോവുകയാണ്, ഓടിപ്പോവുകയാണ്. ഓടിച്ചെന്ന് അകത്ത് ചെന്നിട്ട് രാധയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു,
രാധേ രാധേ. രാധ ചോദിച്ചു, എന്താണ് എന്താണ്? രാധേ രാധേ രാധേ, ഞാനൊരു പ്രധാന കാര്യം പറയാൻ വന്നു, ഒരു പ്രധാന കാര്യം പറയാൻ വന്നു. രാധ ചോദിച്ചു, എന്താണ്? എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? പെട്ടെന്ന് വർത്തമാനം പറയാനാകാതെ അവര് കുഴഞ്ഞു വീണു. രാധ വന്ന് വെള്ളം തെളിച്ചു. വെള്ളം തെളിച്ച് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ പറയാൻ പോവുകയാണ്. എന്താണ് എന്താണ് ഈ വേഗതയുടെ കാര്യം? എന്തിനാണ് ഓടി വന്നത്? രാധാറാണി ഉത്കണ്ഠാകുലയായിട്ട് നിൽക്കുകയാണ്. അതെ അതെ, എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടി ഓടി വന്നത്? അത് നമുക്ക് കാണാം അടുത്ത ചൊവ്വാഴ്ച നമ്മൾ കാണും. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ.